1990 മെയ് 7 ഈസ്റ്റ് ആഫ്രിക്കയിലെ ടാൻസാനിയയിലാണ് സംഭവം. ഞങ്ങളുടെ 3 സഹോദരങ്ങൾ അവിടെ സേവനം ചെയ്യുന്നുണ്ട്. ഇവരുടെ മഠത്തോടടുത്ത് ഒരു സെമിനാരിയുമുണ്ട്. അന്ന് മെയ് 7 രാത്രി അത്താഴം കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് ചുറ്റും വെടിയൊച്ചകൾ അവർ കേട്ടു. എന്താണ് സംഭവിക്കുന്നത് എന്ന് അവർക്ക് മനസ്സിൽ ഉറപ്പ് ലഭിക്കുന്നതിന് മുൻപ് തന്നെ അവരുടെ മഠത്തിന്റെ വാതിൽക്കൽ ആരോ മുട്ടുന്ന ശബ്ദം. ഫിനിയാമ്മയാണ് ഓടിച്ചെന്ന് തുറന്നത്. സെമിനാരിയിലെ ബർസാർ അച്ഛൻ ഓടിക്കിതച്ചു വന്നിട്ട് അവരെന്നെ കൊല്ലും, എന്നെ രക്ഷിക്ക് എന്ന് പറഞ്ഞ് കരഞ്ഞു. വെള്ളം ചോദിച്ച അച്ഛനിൽ നിന്നും അവർ മെല്ലെ കാര്യങ്ങൾ അറിഞ്ഞു. ചുറ്റും കൊള്ളക്കാരെത്തിയിട്ടുണ്ട്. അവർക്ക് പണമാണ് ആവശ്യം. മഠത്തിലും ഉടനെ എത്താം. വിചാരിച്ചു തീരും മുമ്പ് തന്നെ മഠത്തിന്റെ വാതിൽ അവർ തകർക്കുകയാണ്. ഈ സ്വരം കേട്ട് ഫിനിയാമ്മ ഉടനെ സഹോദരിമാരോട് പറഞ്ഞു, നിങ്ങൾ മുറികളിൽ പോയി ഒളിക്കും. ഈ സമയത്ത് കൊള്ളക്കാര് മഠത്തിനകത്തേക്ക് കയറുകയാണ്. ഫിനിയാമ്മയോട് ചോദിച്ചു, അച്ഛനും ഇവിടെയുള്ള സിസ്റ്റേഴ്സും എന്തേ? രോഷാകുലരായ അവര് അമ്മയുടെ നേരെ വെടിവെച്ചു, ഹൃദയത്തിന് നേരെ വെടിവെച്ചു. അതിനുശേഷം കയ്യിലിരുന്ന് ഇരുമ്പ് ദണ്ഡുകൊണ്ട് തലങ്ങും വിലങ്ങും അമ്മയെ തല്ലി. എന്നിട്ട് അവർ ചോദിച്ചു, പണം എവിടെയാണ് ഇരിക്കുന്നതെന്ന്. അമ്മ ഷെൽഫ് കാണിച്ചു കൊടുത്ത ഷെൽഫ് തല്ലിപ്പൊളിച്ച് ഉണ്ടായിരുന്ന തുച്ഛമായ കാശ് പോലും അവരെടുത്തുകൊണ്ട് പോയി. ഇനിയാണ് നാം പരിശുദ്ധ അമ്മ നൽകിയ അനുഭവവും സംരക്ഷണവും അത്ഭുതവും കാണാൻ പോകുന്നത്. ഫിനിയാമയെ വെച്ച് വെടിയുണ്ട എങ്ങോട്ട് പോയി? നിങ്ങൾക്കിപ്പോൾ ചിത്രത്തിൽ ഫിനിയാമയെ കാണാം. കർമ്മന മാതാവിന് താഴെ അമ്മയാണ് നിൽക്കുന്നത്. അമ്മയുടെ നേരെ അവരുതിർത്ത വെടിയുണ്ട ചെന്ന് പതിച്ചത് മാലയിലെ എംബ്ലത്തിലാണ്. നിങ്ങൾക്കിപ്പോൾ അമ്മയുടെ എംബ്ലം കാണാം. വെടിയുണ്ട കൊണ്ട എംബ്ലം തന്നെയാണ് ഇന്നും അമ്മ ഉപയോഗിക്കുന്നത്. ആ എംബ്ലത്തിൽ തട്ടി വെടിയുണ്ട അമ്മയുടെ കയ്യിലേക്കാണ് കയറിയത്. കയ്യിലൂടെ വെടിയുണ്ട കടന്നുപോയി. ആ കൈയും നമുക്കിപ്പോൾ കാണാം. കൊള്ളക്കാരെല്ലാം പോയതിനു ശേഷം നാട്ടുകാരും അച്ഛന്മാരും ഓടിവന്ന് ഈ അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നുണ്ട്. അവിടെ ചെന്നപ്പോൾ ഡോക്ടറിന്റെ ആദ്യത്തെ നിഗമനം, ഈ കൈ, വലത് കൈ മുറിച്ചു കളയേണ്ടി വരും. പരിശുദ്ധ അമ്മയിൽ തന്നെ ആശ്രയിച്ചു പ്രാർത്ഥിക്കുകയാണ് അവര്. പിറ്റേ ദിവസം ആഴമായ പരിശോധനയിൽ മനസ്സിലാകുന്നു, എല്ലിനൊന്നും ഒരു കുഴപ്പവുമില്ല. ദശയ്ക്കകത്തൂടെയാണ് വെടിയുണ്ട പോയത്. ഇന്നും ഫിനിയാമ്മ ആഫ്രിക്കയിൽ തന്നെ സേവനം ചെയ്യുന്നു. അമ്മ പറയുന്നൊരു കാര്യമുണ്ട്, പരിശുദ്ധ അമ്മ സംരക്ഷകയായി കൂടെയുള്ളപ്പോ യാതൊന്നിനെയും ഭയപ്പെടേണ്ടതില്ല. പരിശുദ്ധ അമ്മ കൂടെയുള്ളതിന്റെ പുഞ്ചിരി അമ്മയുടെ മുഖത്ത് ഇന്നും നമുക്ക് കാണാം.